പോലും അവളെ ഉപദ്രവിക്കരുതായിരുന്നു. ദൈവമേ, അലക്സാണ്ടർ, ഇത് ഞാനാ, മരിയ. അതെനിക്ക്. അതെ, ഇത് ഞാൻ അലക്സാണ്ടറിന് തരുവാൻ വന്നതാ. ഇതാ, ഇത് വാങ്ങി. എന്റെ കൈകൾ കൊടുന്നു മരിയ, എന്റെ കൈകൾ. നീയായിരുന്നു എട്ടുമുട്ടും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ 14 തവണ കടാരി കൊത്തിട്ട് അവൻ കടന്ന് നിലവിളിക്കുന്നു. പിന്നെ ഞാൻ സാർ, മരിയ ഇവിടെ വന്നു. അവളെ ഞാനിപ്പോ കണ്ടു. അവന്റെ ഒരു മര്യാദ ആവണം, അല്ലെ മര്യാദ ഞാൻ പഠിപ്പിക്കും. നാളെ രാവിലെ പിന്നെ കോടതി ഹാജരാക്കാണോ? മരിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ ആ സംഭവം നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ അവിടെ ഉച്ചേർന്ന് പറ്റിയത്. ഞെരുങ്ങി ആ മൈതാനത്ത് ചെന്നതേ അറിയുള്ളൂ. ആളുകളുടെ തിക്കിൽപ്പെട്ട് നിലത്ത് വിടാൻ പറ്റിയില്ല. അമ്മയെ സഹോദരി മര്യാദയെ വിശുദ്ധയെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നല്ലോ. ഓ, എന്തൊരു ഭാഗ്യമാണ്. സ്വന്തം മോളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷം അതുപോലെ ഇവിടെ ആർക്കെങ്കിലും കിട്ടുമോ? അലക്സാണ്ടറിന്റെ മനസ്സ് മാറി ജയിലിൽ പ്രാർത്ഥന ഉപവാസമായി ഇരിക്കുകയാണ് നാം അറിയുന്നത്. അത് ശരി തന്നെ. അവൻ കടന്ന സെല്ലിന് കാവൽ നിന്നവരിൽ ഒരാൾ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാ. അവനാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. മരിയ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് ഒരു മാതൃകയാണ്. നിർമ്മല ഹൃദയത്തോടും ശരീരത്തോടും കൂടെ ജീവിക്കാൻ വിശുദ്ധ മര്യാദരീതി ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. വെറും 12 വർഷത്തോളം കാലം ഈ ലോകത്തിൽ ജീവിച്ച് ലോകർക്ക്, കുരുന്നുകൾക്ക് തന്റെ മാതൃകാ ജീവിതം കാണിച്ചു തരികയും പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വിവേകത്തോടെ നേരിടുകയും ചെയ്ത വിശുദ്ധ മര്യാദ ആ കൊച്ചു